കോഴിക്കോട് കൈതപ്പൊല്ലി അപ്പാർട്ട്മെന്റിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ യുവതിയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നതോടെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസ്. കൂടെ താമസിച്ചിരുന്ന ആദിൽ എന്ന യുവാവിന് മരിച്ച ഹസ്ന അയച്ച ശബ്ദ സന്ദേശം ഇന്നലെ പുറത്തു വന്നിരുന്നു. ലഹരി ഇടപാടുകൾ പുറത്തു പറയുമെന്നും കൊടിസുനിയും ഷിബുവും അടക്കം കുടുങ്ങുമെന്നും ശബ്ദ സന്ദേശത്തിൽ യുവതി പറയുന്നുണ്ട്. വർഷയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും. വർഷ, ഇന്നലെ യുവതിയുടെ ശബ്ദ സന്ദേശം വന്നതിന് പിന്നാലെ ഈ കേസിന്റെ ഗൗരവം മറ്റൊരു തലത്തിലേക്ക് കടന്നിരുന്നു. ഇപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഹസ്നയുടെ മരണത്തിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച ഹസ്ന കഴിഞ്ഞ 7 മാസമായി ആദിൽ എന്ന യുവാവിനോടൊപ്പം താമരശ്ശേരിയിലെ കൈതപ്പൊയിൽ എന്ന അപ്പാർട്ട്മെന്റിലായിരുന്നു താമസിച്ചിരുന്നത്. ഇതിനിടെ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇവരെ ഈ ഒരു അപ്പാർട്ട്മെന്റിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശേഷം കുടുംബം പല ആരോപണങ്ങളും മുന്നോട്ട് വെച്ചിരുന്നു. ദുരൂഹ ഇടപാടുകൾക്ക് ആദിൽ ഹസ്നയെ ഉപയോഗിക്കുന്നു എന്നതായിരുന്നു കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഏകദേശം ഇത് ശരിവെക്കുന്ന ഒരു രീതിയിലുള്ള ശബ്ദ സന്ദേശം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ശബ്ദ സന്ദേശത്തിൽ കരച്ചിലടക്കിക്കൊണ്ടുള്ള ഹസ്നയുടെ വാക്കുകളാണ് പുറത്തു വരുന്നത്. 26 സെക്കൻഡ് ദൈർഘ്യമുള്ളൊരു ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. ഇതിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം TP വധക്കേസിലെ പ്രതിയായിട്ടുള്ള കൊടിസുനി, അതേപോലെ ഷിബു തുടങ്ങിയവരുമായി ഉള്ള ബന്ധം, ഇവരുമായുള്ള ഇടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പുറത്തു പറയുമെന്നും ഇവരെല്ലാം കുടുങ്ങുമെന്നുമുള്ള കാര്യമാണ് ആദിലിന് ഹസ്ന അയച്ചിട്ടുള്ള ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. ഈ ശബ്ദ സന്ദേശം അയച്ചിട്ടുള്ളത് ഹസ്നയുടെ ഫോണിൽ നിന്നല്ല, മറ്റൊരു ഫോണിൽ നിന്നാണ്. ഹസ്നയുടെ ഫോൺ ഇപ്പോഴും ആദിലിന്റെ കൈവശമാണുള്ളത് എന്നാണ് കുടുംബം ഉൾപ്പെടെ ആരോപിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു മറ്റൊരു വഴിയിലേക്ക് മാറുകയാണ് ഹസ്നയുടെ ഈ ഒരു മരണം എന്നുള്ളത്. കാരണം ഇതുവരെ ആദിലിനെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ തിരച്ചിൽ ഉണ്ടായിരുന്നത്. എന്നാൽ മറ്റുള്ളവരിലേക്കും ഈ ഒരു അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, എന്തായാലും അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ആ രീതിയിലാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷയാണ് വിവരങ്ങൾ നൽകിയത്.